ട്രംപ് വിജയിച്ചു വന്ന ആദ്യ ദിവസം മുതൽ തന്നെ അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത ഒരു വലിയ വാഗ്ദാനമായിരുന്നു മാസീവ് ഡീപ്പോർട്ടേഷൻ. അദ്ദേഹം കേറിയ ആദ്യ മാസം മുതൽ ഇന്നുവരെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകളെ അദ്ദേഹം ഡീപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇതിനോടകം തന്നെ നമുക്കറിയാം അതായത് കോളേജുകൾ, അമേരിക്കയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉൾപ്പെടെ പലവിധമായിട്ടുള്ള പാലസ്തീൻ സപ്പോർട്ടേഴ്സ് ആയിട്ട് ചെയ്തിട്ടുള്ള പല സ്റ്റുഡൻസിനെയും വരെ അദ്ദേഹം ഡീപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ സുപ്രീം കോടതി തന്നെ അത് നിർത്തിവെക്കുവാനുള്ള ഒരു ആഹ്വാനമൊക്കെ കൊടുത്തു. മറ്റു പല ഡീപ്പോർട്ടേഷനിലും അതായത് സുപ്രീം കോടതി ഇടപെടുകയും ഇപ്പോൾ അങ്ങനെ ഒരു ഡീപ്പോർട്ടേഷനിലേക്ക് വളരെ പെട്ടെന്ന് പോകേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ചുള്ള കൂടുതൽ നിയമവശങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മതി അത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുവാനൊക്കെയുള്ള സുപ്രീം കോടതിയുടെ ആ ഒരു ഓർഡർ വന്നു. എന്നാൽ പിന്നീട് അതിൽ നിന്നൊക്കെ അദ്ദേഹം അതായത് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്തു വീണ്ടും ആ ഒരു ഡീപ്പോർട്ടേഷൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അതിന്റെ ഭാഗമായി നമുക്കറിയാം സാൽവദോർ എന്ന് പറയുന്ന ആ ഒരു രാജ്യം, ആ രാജ്യത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടും കുറ്റവാളികളെ തുറങ്കിലടയ്ക്കുന്ന ആ ഒരു ജയിലറയാണ്. അവിടേക്ക് 100 കണക്കിന് അതായത് കൊടും കുറ്റവാളികളെയാണ് അതായത് ട്രംപ് ഭരണകൂടം ഈ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പേ ആ ഒരു രാജ്യത്തിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം അമേരിക്കയിലുടനീളം അതായത് അമേരിക്കൻ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരെ വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം ശിക്ഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതായത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് ഈ കഴിഞ്ഞ കുറെ മാസത്തിന്റെ ഇടയിൽ അവരുടെ കൈകാലുകൾ ബന്ധിതരാക്കി ചെങ്ങലയൊക്കെ ഇട്ട് അവരുടെ മിലിറ്ററി പ്ലെയിനിലും മറ്റ് ഫ്ലൈറ്റുകളിലൊക്കെ വിവിധ രാജ്യങ്ങളിലേക്ക് ട്രംപ് ഭരണകൂടം അയക്കുകയും അതിനെ പല രൂക്ഷമായ ഭാഷയിൽ അതായത് പല രാജ്യങ്ങൾ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ വിമർശിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അങ്ങനെ എല്ലാവരെയും തെരഞ്ഞുപിടിച്ച് ഒരു വലിയ മാസീവ് ഡീപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അവരത് തിരിച്ചറിഞ്ഞപ്പോൾ അവർ പിന്നീട് വന്നതായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു സെൽഫ് ഡീപ്പോർട്ടേഷൻ. അതിന് അദ്ദേഹം അവിടെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ, എല്ലാ രാജ്യത്തിൽ നിന്ന് വന്നതായിട്ടുള്ള ആളുകൾ, അതായത് സ്റ്റുഡന്റ് വിസയിൽ വന്ന് അതോടൊപ്പം തന്നെ അതായത് വർക്ക് പെർമിറ്റിന്റെ ആ ഒരു കാലാവധിയൊക്കെ കഴിഞ്ഞു, അപ്പോൾ തന്നെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടും ഒക്കെ ആ രാജ്യം വിട്ട് പോകാത്തതായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം ഒരു അവസരം കൂടെ നൽകുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നിങ്ങളെ ആരെയും ഞാൻ ബലം പ്രയോഗിച്ച് ഇനിയും അതായത് ഞങ്ങളുടെ ഭരണകൂടം നിങ്ങളെ അതായത് ഡീപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പകരം നിങ്ങൾക്ക് മാന്യമായിട്ട് തന്നെ സന്തോഷത്തോടെ നിങ്ങൾ വന്നതായിട്ടുള്ള നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാൻ ഓരോരുത്തർക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഓരോ വ്യക്തികൾക്കും $1000 ഒപ്പം ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അദ്ദേഹം ഓഫർ ചെയ്ത് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകണം. അതിനുശേഷം ചില വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ ആണ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ രാജ്യത്തിലേക്ക് മടങ്ങി വരാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതിന് അദ്ദേഹം അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഒരു ടൈം പീരീഡ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം അതായത് ഹോണ്ടുറാസിലേക്ക് തന്നെ ഏതാണ്ട് ഒരു 64-ലധികം ആളുകൾ ആ ഒരു രാജ്യത്തിലേക്ക് തന്നെ ഇപ്പോൾ സെൽഫ് ഡീപ്പോർട്ട് ചെയ്ത് അതായത് പല ഫാമിലീസും അവരുടെ കുഞ്ഞുങ്ങളും എന്തിനു പറയണം പല മാതാപിതാക്കളുടെയും US സിറ്റിസൺഷിപ്പ് ഉള്ള മക്കൾ ഉൾപ്പെടെയാണ് ഈ കഴിഞ്ഞ ദിവസം അതായത് അവരുടെ രാജ്യങ്ങളിലേക്ക് സെൽഫ് ഡീപ്പോർട്ട് ചെയ്ത് അവര് പോകാനായിട്ടിടയായത്. ഇപ്പോൾ അതായത് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അങ്ങനെയുള്ളതായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അവരും അതായത് ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാന്റ് വാങ്ങി സന്തോഷത്തോടെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് കടന്നു പോകാതെ അതായത് അവരവരുടെ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ധാരാളം ആളുകൾ മുൻപോട്ട് വരുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപിന്റെ മറ്റൊരു പ്രഖ്യാപനം ഈ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. അതായത് ഇപ്പോഴും അദ്ദേഹം ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുകയാണ്, എന്നിട്ടും
ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും അവരുടെ രാജ്യത്തിൽ തുടരാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അദ്ദേഹം പറയുകയാണ്, ഈ കഴിഞ്ഞ 60 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സാൽവിദോർ എന്ന് പറയുന്ന ആ രാജ്യത്ത് കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ആ ജയിലറ പോലെ തന്നെ സമാനമായിട്ട് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ അൽക്കട്രാസ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു വലിയ ദ്വീപുണ്ട്. അവിടെ ഒരു കാലത്ത് ഇതുപോലുള്ള കൊടും കുറ്റവാളികളെ പാർപ്പിക്കുമായിരുന്നെങ്കിലും ഒരു വലിയ വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ അങ്ങനെയൊന്നും ആളുകൾക്ക് ചെന്നു പറ്റാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഭാരിച്ച എക്സ്പെൻസീവാണ്, ചിലവൊക്കെ ആയതുകൊണ്ട് പിൽക്കാലങ്ങളിൽ അമേരിക്കൻ ഗവൺമെൻറ് അത് അങ്ങ് അടച്ചു പൂട്ടുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു, വീണ്ടും ആ ഒരു ജയിലറ അതായത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. 100 കണക്കിന് ആളുകളെ ഇനിയും അങ്ങോട്ടത്തേക്ക് മാറ്റി പാർപ്പിക്കുവാനുള്ള ആ ഒരു സംവിധാനം, അതിനു വേണ്ടതായിട്ടുള്ള പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ട്രംപ് ഗവൺമെൻറ് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു തീരുമാനത്തിൽ പല ആളുകളുടെയും ഉള്ളിൽ നല്ല ഭയമുണ്ട്. നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പഠിക്കാൻ പോയ നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും ഗവൺമെന്റിന്റെ ആ ഒരു ഒഫീഷ്യൽ ഇമെയിൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വയമായിട്ട് ഡീപ്പോർട്ട് ചെയ്ത് പോകാനുള്ള, സെൽഫ് ഡീപ്പോർട്ട് ചെയ്ത് പോകാനുള്ള ആ ഒരു ഇമെയിൽ കൺഫർമേഷൻ പല വിദ്യാർത്ഥികൾക്കും ഒപ്പം അവിടെ താമസിക്കുന്ന പല കുടുംബങ്ങൾക്കും ഇത് വന്നുകൊണ്ടിരിക്കുന്നു. Tonight, in an attempt to accelerate his mass deportation efforts, President Trump unveiling a new plan, offering undocumented immigrants $1,000 in taxpayer money and a plane ticket to self-deport. We're going to pay each one a certain amount of money, and we're going to get them a beautiful flight back to where they came from, and they have a period of time. And if they make it, we're going to work with them so that maybe someday, with a little work, they can come back in if they're good people. The Trump administration says they've deported 150,000 people since January, far short of the pace needed to remove the tens of millions the president promised. Trump today blaming required immigration hearings for slowing down his plan. Tonight, the administration insisting Trump's new self-deportation plan won't just jumpstart deportations, it will also save money, noting the average cost to arrest, detain, and remove an undocumented immigrant is more than $17,000. And tonight, Trump, who has sent hundreds of undocumented migrants to a notorious prison in El Salvador without any due process, is now talking about reopening one of America's most infamous prisons, Alcatraz. Known as The Rock, perched on a rugged, hard-to-reach island off San Francisco, it closed over 60 years ago because its remote location made it too expensive to operate. Now Trump wants to bring it back, saying he's instructing the Bureau of Prisons to reopen a substantially enlarged and rebuilt Alcatraz to house America's most ruthless and violent offenders. ട്രംപിന്റെ ഈ ഒരു നിയന്ത്രണം വന്ന നിമിഷം മുതൽ കാനഡയിലുള്ള ഓരോ ആളുകളുടെയും ഒരു വലിയ കൺസേൺ ആയിരുന്നു 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ അതായത് ബോർഡർ ക്രോസ് കടന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ട് തള്ളിക്കേറി വരുമോ എന്നുള്ള ആ ഒരു ഭയവും ചിന്തയും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും അതായത് ട്രംപ് ഓൾറെഡി കാനഡിയൻ ഗവൺമെന്റിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാർണിംഗ് കൊടുത്തു. അത് നിമിത്തം കാനഡ ഗവൺമെന്റ് അവരുടെ ബോർഡർ ക്രോസിംഗ് വളരെയധികം ശക്തമാക്കി. അതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ചില ആഴ്ചകളായി മാസങ്ങളായിട്ട് അങ്ങനെ ഒരു വലിയ തള്ളിക്കയറ്റം എന്ന് നമുക്ക് പറയാനായിട്ടില്ല. എന്നിരുന്നാലും അതായത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അതായത് ചില ആളുകളൊക്കെ ബോർഡർ ക്രോസ് കടന്നു വരുന്നുണ്ട് എന്നുള്ള വാർത്തകളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു ബോർഡർ ക്രോസ് കടന്നു വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ ആ ഒരു വിഷയത്തിൽ കാനഡയും ഒരു സ്ട്രിക്റ്റ് നിയന്ത്രണം കൊണ്ടുവന്ന് അതായത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ നല്ലതായി തീരട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. I am signing out, Rexy Joy. Bye.